പിടിക്കാൻ ഞങ്ങൾ അങ്ങനെ കുഴയിലോടി വിഷമിക്കണ്ട സല്ലാവാ ക്ഷമിക്കണ്ടേ അയ്യോ ഇവക്കെന്തോ അസുഖോ പോട്ടല്ല ക്ഷമിച്ചേ മിണ്ടിപ്പോരുത് പറടി എന്താ നിന്റെ ഉദ്ദേശം പണിയെടുക്കാൻ വന്നോ അതോ ആണുങ്ങളെ പാട്ടിലാക്കാൻ വന്നോ മിണ്ടിപ്പോരുത് മര്യാദക്ക് ഇവിടെ വിട്ട് പോയില്ലെങ്കിൽ നിന്റെ കണ്ണു രണ്ട് ഞാൻ ചൂട് നിൽക്കും മനസ്സിലായോ ഈ പരിസരത്തൊന്നും കണ്ടുവരുത് നിങ്ങൾക്ക് അറിയില്ല ഇതിന് ഞാൻ പകരം വീട്ടും നുള്ളിക്കോ കൊന്നോ വളരെ നാളിന് ശേഷം ശരീരത്തിന്റെ എക്സസൈസ് കിട്ടി അത് കലക്കി ചിറ്റപ്പ ചിറ്റപ്പ സ്റ്റെല്ല മമ്മി സ്കൂളിൽ വന്നൊരു ലെറ്റർ തന്നു ഇത് ആരും കാണാതെ ചിറ്റപ്പന്റെ കൈ തരാൻ പറഞ്ഞു ഡാർലിങ്ങിന് ഞാൻ ഹോട്ടൽ അഭിരാമിയിൽ ഇല്ല 101 നമ്പർ റൂമിൽ കാത്തിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിർബന്ധമായും വരണം ഒരു ചുമ്മനങ്ങളോടെ ചേട്ടന്റെ സ്വന്തം സ്റ്റെല്ല എന്നെ ഇങ്ങനെ നോക്കല്ലേ എനിക്ക് നാണാവും അരെ വാ പ്രേമത്തിന്റെ പരിമളം മൊളിച്ചു വെച്ചാലും മൊളിച്ചിരിക്കില്ല ചെല്ലക്കുട്ടിയുടെ കത്ത് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ഞാനൊരു സത്യം പറയട്ടെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു മാമേട്ടന്റെ ഓർമ്മയ്ക്കായി ഇത് ഞാൻ എടുത്തോട്ടെ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇത് പണിയിപ്പിച്ചാണ് നിനക്ക് വേണ്ടിട്ടല്ലേ ഏത് വരലിടണ്ടേ ഇത് ഇട്ടാ മതിയോ നല്ല രസം 22 ക്യാരറ്റ് ഇപ്പോഴാണ് 24 ക്യാരറ്റ് ആയത് സ്റ്റെല്ല ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അത് പാഴാക്കാൻ സമയമില്ല കമോൺ ഗെറ്റ് റെഡി അയ്യോ എന്റെ സ്റ്റെല്ലക്കുട്ടി എന്നോട് ക്ഷമിക്കണം കത്ത് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു 3 ഡബിൾ ലാർജ് അങ്ങ് അടിച്ചു നിനക്കറിയാമോ എന്റെ ചങ്കിനകത്ത് ഇപ്പോ ഒരാട്ടുത്സവം നടക്കണം ഈ ദേവി വിഗ്രഹം ഞാൻ തച്ചു ഉടക്കുന്നു ഇതെന്താ എന്റെ ഭാര്യയുടെ കല്യാണ സരി ഇനി ഇതിന്റെ അവകാശി എന്തു മണ്ടത്തരമാ ചെല്ലക്കുട്ടി കാണിച്ചത് ഞാൻ ചെല്ലുമ്പോ കത്ത് മുറി താഴെ കിടക്കുന്നു ഭാഗ്യത്തിന് എന്റെ കിട്ടിയത് അയ്യോ ആ കത്ത് എവിടെ ദൈവമേ അവളുടെ ലങ്ങാനം കിട്ടിയ എന്റെ 16 അടിയന്തരം നടക്കും ഇങ്ങോട്ട് പോ എന്തിനാണ് നീ എനിക്ക് കത്തെഴുതിയത് എന്തിനാണെന്ന് കേട്ടില്ലേ എന്നെ കുറിച്ച് നീ എന്താ കരുതിയത് നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയെന്നു നീ വിളിക്കുമ്പോ വാലാട്ടി പറ്റിയ പോലെ പുറകെ വരുമെന്ന് വിചാരിച്ചോ തേവിടിച്ചി എന്റെ ഭാര്യയുടെ ചെരുപ്പ് നിൽക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ ഞാൻ ചേട്ടനല്ല എഴുതിയത് വാമദേവൻ ചേട്ടനാ വാമദേവനോ അവനാര് നിന്റെ ഭർത്താവോ ദേ മാനം മര്യാദ കഴിയുന്നവരുടെ കുടുംബം കിടക്കാൻ നോക്കിയാൽ ചെരുക്കലടിച്ചാൽ പൊട്ടിക്കും ആ ഇത് എന്റെ കൈ കിട്ടി നന്നായി അവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നിന്റെ മിച്ചം കാണുമായിരുന്നോ
അച്ഛനായിരിക്കും. ഒരു പരമ്പരയെ തന്നെ ഇവള് വളച്ചുള്ള എന്റെ ദൈവമേ.